അവസാനം ഹിന്ദിയാണ് എടുക്കുന്നത്. വരും നമുക്ക് കുറച്ചു നേരം ഹിന്ദി പഠിക്കാം. അപ്പൊ എന്റെ മക്കൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനും ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. പോസ്റ്റർ ആണ്. പോസ്റ്റർ എന്തായാലും നമുക്ക് ആനുവൽ എക്സാമിനും എല്ലാ എക്സാമിനും ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് ഏതെന്നൊക്കെ ആയിരിക്കും വരിക, ഏതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോസ്റ്റർ, അതൊക്കെയാണ് മിസ് പറയുന്നത്. 2 പോസ്റ്റർ ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ വേണ്ടി ചാൻസ് ഉള്ളത്. ഒന്ന് ഏതാണ്, നമ്മുടെ വെള്ളത്തിനെ കുറിച്ചുള്ള ജലത്തിനെ കുറിച്ചുള്ള പോസ്റ്ററും, പിന്നെ ഒന്ന് എന്താണ്, നമ്മുടെ മരത്തിനെ പേടിനെ കുറിച്ചിട്ടുള്ള പോസ്റ്ററും ആയിരിക്കും. ഈ പോസ്റ്റർ 2 എണ്ണം എന്റെ മക്കളെ എന്തായാലും പഠിച്ചു വെക്കണം. അത് ഒരിക്കലും എന്തായത് പഠിക്കാതെ പോകാൻ പാടില്ല. നമ്മുടെ എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നോക്കിയേ, ജലജീവൻ കാ ആധാർ ഹേ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ മക്കൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ആദ്യം മക്കൾക്ക് എന്തുണ്ടാവും, ഈ ക്വസ്റ്റ്യനിൽ തന്നെ എന്തുണ്ടാവും, ഒരു ആൻസർ ഉണ്ടാകും. ഇത് മാത്രം വെച്ചിട്ട് മക്കൾ എന്ത് ചെയ്താൽ മതി, ഒരു ബോക്സ് ഒക്കെ വരച്ച് പിന്നെ എന്താണ് ഒരു പിക്ചറോ ഒരു തുള്ളിയോ അല്ലെങ്കിൽ ഭൂമിയോ അങ്ങനെ എന്തെങ്കിലും വരച്ചു കൊടുത്താലും മക്കൾക്ക് മാർക്ക് കിട്ടും. പിന്നെ ഫുൾ മാർക്ക് വാങ്ങണമെങ്കിൽ മക്കൾ എന്ത് ചെയ്യണം, ഒരു പോയിന്റും കൂടി എക്സ്ട്രാ ചേർത്ത് കൊടുക്കണം. നോക്കണേ, ഇങ്ങനെ എഴുതിയാലും മക്കൾക്ക് കുറച്ചൊക്കെ മാർക്ക് കിട്ടും. നോക്ക, ജൽ ജീവൻ കാ ആധാർ ഹേ, ജലം എന്ന് പറയുന്നത് ജീവന്റെ അടിസ്ഥാനമാണ്, ആധാരമാണ് എന്ന് എഴുതി വെച്ചാൽ മക്കൾക്ക് മാർക്ക് കിട്ടും. നോക്കണേ, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ള ആ ഒരു സെന്റൻസ് തന്നെ എഴുതി വെച്ചാലും കുറച്ച് മാർക്ക് കിട്ടും. പക്ഷേ മക്കൾ എന്ത് ചെയ്യണം, നല്ല ഫുൾ മാർക്ക് കിട്ടണമെങ്കിൽ കുറച്ചും കൂടി എഴുതണം അല്ലെ. അതാണ് ഇത്. നോക്കിക്കേ, പാനി ഹമാര വരദാൻ ഹേ, എഴുതിക്കൂടെ, വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ വരദാൻ ഹേ, വരദാനമാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. പാനി നഹി തോ ജീവൻ നഹി, വെള്ളം ഇല്ലെങ്കിൽ എന്തില്ല, വെള്ളം ഇല്ലെങ്കിൽ എന്തില്ല എന്ന് പറയുന്നത്, ജീവൻ അല്ലെ, നമ്മുടെ ജീവൻ തന്നെ, ലൈഫ് ഇല്ല എന്ന് പറയുന്ന സംഭവമാണ് അല്ലെ. ലൈഫ് തന്നെ ഇല്ല, ജീവൻ തന്നെ അല്ലെങ്കിൽ ജീവിതം തന്നെ ഇല്ല, ജീവിതമില്ല എന്നുള്ളതാണ്. അത് മക്കൾക്ക് എഴുതാം. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് എന്റെ മക്കൾ പഠിച്ചു വെക്കുക, ഒരു പോയിന്റ് ഒറ്റൊന്നെങ്കിലും പഠിച്ചു വെക്കുക. ഈ ഒറ്റൊന്നെങ്കിലും എഴുതിയ മക്കൾക്ക് മാർക്ക് കിട്ടും. പിന്നെ ഒന്ന് എവിടെ ഉണ്ടാവും, നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉണ്ടാവും. അപ്പൊ ജലത്തിനെ കുറിച്ച് ഒരു പോയിന്റ് എന്തായാലും മക്കൾ പഠിച്ചു വെച്ചേ പറ്റൂ, നമുക്ക് പോസ്റ്റർ വരും. ഇനി വേറെ പോസ്റ്റർ ഏതാണ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോസ്റ്റർ ഏതാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മരത്തിനെ കുറിച്ചുള്ള പോസ്റ്റർ ആണ്. അതിന് മക്കൾ എന്ത് പഠിച്ചു വെച്ചാൽ മതി, ഒറ്റൊരു പോയിന്റ് പഠിച്ചു വെച്ചാൽ മതി. ആ ഒരു പോയിന്റ് എഴുതിയാൽ തന്നെ മക്കൾക്ക് മാർക്ക് കിട്ടും. പക്ഷെ വെറുതെ പോയിന്റ് എഴുതിയിട്ട് കാര്യമുണ്ടോ, ഇല്ല. നമ്മൾ ബോക്സ് ഒക്കെ വരച്ച് ഒരു മരത്തിന്റെ പിക്ചറൊക്കെ വരച്ച് കുറച്ച് വലുതാക്കി എഴുതാ, കളറൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കളറൊക്കെ ചെയ്ത് നല്ല വൃത്തിയിലായിരിക്കണം നമ്മുടെ പോസ്റ്റർ എഴുതുന്നത് കേട്ടോ. പോസ്റ്റർ ആണ്, അപ്പൊ അതിൻ്റെതായ രീതിയിൽ മക്കൾ എഴുതണം. നോക്കിക്കേ, എന്താണ് ഉചിത് സന്ദേശോടെ പോസ്റ്റർ പൂർത്തീകര എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ എന്താണ്, പേട് അല്ലെ, പേട് നമ്മുടെ മരത്തിനെ കുറിച്ചിട്ട് പേടിന്റെ സംരക്ഷണത്തിനെ കുറിച്ചിട്ട് എന്താണ് നിങ്ങളോട് ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ടൊക്കെ ചോദിക്കുന്ന സമയത്ത് എന്റെ മക്കൾ എഴുതേണ്ട കാര്യം ഇങ്ങനെയാണ്. നോക്കിക്കേ, പേട് ലഗായേ ഹരിയാലി ഫൈലായി. നോക്കണേ, പേട് മരം വെച്ച് പിടിപ്പിക്കൂ എന്നുള്ളതാണ് അല്ലെ. മരം വെച്ച് പിടിപ്പിക്കുക, അല്ലെങ്കിൽ എന്താണ് മരം നടു, പേര് ലഗായ വെച്ചെന്നാണ് മരം നടു, ഹരിയാലി ഫൈലായി അല്ലെ. ഹരിയാലി മീൻസ് എന്താണ്, പച്ചപ്പ് കേട്ടോ. മിസ് മലയാളത്തിൽ എഴുതി തരുന്ന മക്കൾ അത് പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഒരിക്കലും ഹിന്ദി കാണാപ്പാടം പഠിക്കരുത്, മലയാളം അർത്ഥം മനസ്സിലാക്കിയിട്ട് മാത്രമേ മക്കൾ അത് എഴുതി പഠിക്കാറ് കേട്ടോ. ഓക്കെ, പച്ചപ്പ് വ്യാപിപ്പിക്കുന്നുണ്ടോ, വ്യാപിപ്പിക്കൂ എന്നുള്ളതാണ് നമ്മുടെ എന്ത് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. മക്കൾ ഇത് എഴുതി പഠിച്ചേ പറ്റൂ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും കൂടാതെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, പേടിനെ കുറിച്ചിട്ട് മരത്തിനെ കുറിച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും പഠിക്കാം, ഇത് തന്നെ പഠിക്കണം എന്നില്ല. പക്ഷെ പോസ്റ്റർ നിങ്ങൾ പാനീനെ കുറിച്ചും പേടിനെ കുറിച്ചും നിർബന്ധമായിട്ടും പഠിക്കണം. ഏറ്റവും കുറെ കാലം നമുക്ക് ചോദിച്ചിട്ടുള്ളതും ഇനി അങ്ങോട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ള എന്താണ് പാഠഭാഗമാണ്. അത് മാത്രമല്ല, ലാസ്റ്റ് നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താണ്, പാനി, വെള്ളത്തിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ട് തന്നെ ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും നമുക്ക് എന്താണ് മിക്കവാറും ചോദിക്കാനുള്ള പോസ്റ്റർ എന്ന് പറയുന്നത് വെള്ളത്തിനെ കുറിച്ചുള്ള പോസ്റ്റർ ആണ്. അതുകൊണ്ട് നിർബന്ധമായിട്ടും ഇത് പഠിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഇത് ഒരിക്കലും മക്കൾ എന്ത് ചെയ്യരുത്, സ്കിപ്പ് അടിക്കാൻ പാടില്ല. അപ്പൊ നന്നായിട്ട് എന്റെ മക്കൾ എന്ത് ചെയ്യുക, ആത്മാർത്ഥമായിട്ട് നമ്മുടെ എല്ലാ ക്ലാസ്സുകളും കാണുക, എന്നിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കട്ടോ. നന്നായിട്ട് തന്നെ എഴുതാൻ പറ്റും നമ്മുടെ എക്സാം ഒക്കെ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, ടാറ്റാ, ബൈ ബൈ.